ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ നാട്ടിൽ ഉത്സവമാണ് കേട്ടോ, നമ്മുടെ പുതിയകാവ് ക്ഷേത്രത്തിലെ കരുനാഗപ്പള്ളി പുതിയകാവ് ക്ഷേത്രം കേട്ടോ. അപ്പോൾ വൈകുന്നേരം നേരമൊക്കെ ആയപ്പോൾ ഞാനും അമ്മ അനിയത്തി എല്ലാവരും ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരുന്നില്ല. നേരെ നമ്മൾ അമ്പലത്തിലോട്ട് പോവുകയാണ്. പിന്നെ അമ്മ കയറി തൊഴാൻ കയറി. അപ്പം കുറച്ച് നേരം ഞങ്ങൾ പോസ്റ്റ് അടിച്ച് അവിടെ ഇരുന്ന് ഞാനും അനിയത്തിയും കൊച്ചിൻ്റെ മോളും കൂടി. രാവിലെ പിന്നെ അമ്പലത്തിൽ പോയി തൊഴുതുകൊണ്ട് പിന്നെ വൈകുന്നേരം കയറാൻ നിന്നില്ല. പിന്നെ കുറച്ച് നേരം ഇപ്പോൾ തോറ്റമ്പാട്ടൊക്കെ കേട്ടോണ്ട് നിന്ന് കേട്ടോ. അപ്പം തീരുന്നതിനകത്തും തോറ്റപ്പാട്ടുണ്ട്. പിന്നെ നമ്മൾ ഉത്സവ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വിട്ടുപോകാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബജ്ജി ഐസ്ക്രീമും കഴിക്കാൻ നമ്മൾ ഉത്സവ സ്ഥലത്ത് നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകത്തില്ല അല്ലേ. അങ്ങനെ അതൊക്കെ മേടിച്ച് കഴിച്ച് കുറച്ച് നേരം പരിപാടിയൊക്കെ കണ്ടുകൊണ്ട് നിന്നിട്ടോ. ഇവിടുത്തെ ഉത്സവം വരുന്നത് നമ്മുടെ അശ്വതി മഹോത്സവത്തിനൊന്നാണ് എന്ന് പറഞ്ഞാൽ മീനത്തിൽ അശ്വതിയുടെ അന്നാണ് ഇവിടുത്തെ ഉത്സവം. അങ്ങനെ നമ്മുടെ നാടും കൂടി ആയതുകൊണ്ട് നമുക്ക് വേറൊരു വൈബായിരിക്കും ഉത്സവം കാണാനും ഒക്കെ. കഴിഞ്ഞ കൊല്ലം വലുതായിട്ട് പരിപാടിയൊന്നുമില്ല, റോഡ് പണി നടക്കുന്നതുകൊണ്ട് വലുതായിട്ട് കെട്ടുകാഴ്ചയോ ഒന്നുമില്ലായിരുന്നു കേട്ടോ. ഭയങ്കര വിഷമമായിരുന്നു, കുറച്ച് കെട്ടുകാഴ്ചയൊക്കെ ഉള്ളായിരുന്നു. അവിടെ നമ്മൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ നേരെ പിന്നെ നമ്മൾ എടക്കുളങ്ങര അമ്പലത്തിൽ പോയ പ്രോഗ്രാമൊക്കെ കണ്ടത്. ഈ കൊല്ലം പിന്നെ നമ്മൾ നമ്മുടെ നാട്ടിൽ പുതിയ അമ്പലത്തിൽ ഈ കൊല്ലം നല്ല രീതിയിൽ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ എല്ലാ പരിപാടിയൊക്കെ ഇവിടെ തന്നെ നിന്ന് കണ്ടിട്ടൊക്കെ പോയത്. അപ്പോൾ നല്ല ഗംഭീര കെട്ടുകാഴ്ചയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. കുറേ കെട്ടുകാഴ്ചയും ഫ്ലോട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ലാസ്റ്റ് പോകുന്നതിന് മുമ്പ് എന്തായാലും ദേവി ഇറങ്ങുന്നതും കാണാൻ പറ്റി. തീരുന്നോടം വരെ നിൽക്കാനുള്ളൊരു ഭാഗ്യം കിട്ടും. അടുത്ത വീട്ടിൽ കാണാവേ, ബൈ.